ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന കുറച്ച് നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. മിക്ക വീടുകളിൽ കേടുവന്ന പല സാധനങ്ങളും ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഉപയോഗങ്ങളുണ്ടാവും. അങ്ങനെ കേട് വന്നിട്ടുള്ള ഒരു ചാർജറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വയർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഒട്ടുമിക്ക സമയങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ. പലപ്പോഴും നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷെൽഫിലൊക്കെ നമ്മൾ ചാരി വെക്കുന്ന സമയത്ത് ഫോണൊക്കെ താഴെ വീണ് പൊട്ടിപ്പോവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ സേഫായിട്ട് വെക്കാൻ നമുക്ക് ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചാർജർ മാത്രം മതി. അപ്പോൾ ഞാൻ ആ ചാർജറിൻ്റെ വയർ മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഫോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു ലോങ് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ലോങ് വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ വെച്ചിട്ടുള്ള ചാർജറിൻ്റെ ആ 2 പിന്നിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ ഫോൺ സേഫായിട്ട് അവിടെ നിൽക്കും കേട്ടോ. എത്ര സമയം വേണമെങ്കിലും ഇത് സേഫായിട്ട് തന്നെ നിൽക്കും. താഴെ വീണ് ഫോണിൽ വെള്ളമാകുമോ എന്നുള്ളതോ അതല്ലെങ്കിൽ താഴെ വീണ് അത് പൊട്ടിപ്പോകുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ ഫോൺ എടുക്കുന്ന വരെ അത് അവിടെ സേഫായിട്ട് തന്നെ നിൽക്കും കേട്ടോ. രണ്ടാമത്തേത് നല്ലൊരു ക്ലീനിങ് ടിപ്സാണ്. നമ്മൾ എത്ര പുതിയ ചീർപ്പ് വാങ്ങിക്കഴിഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോൾ ചീർപ്പിൽ ഇതേപോലെ ചെളിയൊക്കെ ആവാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ സോപ്പോ ലിക്വിഡോ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടാണ്. എന്നാൽ സോപ്പോ ലിക്വിഡോ ഡിഷ് വാഷ് എന്തിന് ഒരു തുള്ളി വെള്ളം പോലും യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പെട്രോളിയം ജെല്ലി എന്നറിയപ്പെടുന്ന വാസ്ലിനാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് എൻ്റെ കയ്യിലേക്ക് എടുത്ത ശേഷം ഈ ഒരു ചീർപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീർപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ചെറിയ പല്ലുള്ള ഭാഗത്തും വലിയ പല്ലുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മറു സൈഡിലും ഞാൻ അതേപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല മുകളിൽ ആ ഡിസൈൻ വരുന്ന ഭാഗത്തൊക്കെ കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് എൻ്റെ കയ്യിലൊക്കെ അഴുക്കൊക്കെ ആയിട്ട് പോരുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയ ബ്രഷിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അഴുക്ക് കട്ടയായിട്ട് തന്നെ എനിക്ക് പോന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വാസ്ലിന് ഉള്ള ആ ഒരു എണ്ണമയം കൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കൊക്കെ നീങ്ങി കിട്ടും. സോപ്പോ ലിക്വിഡോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വെറും വാസ്ലിൻ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചീർപ്പിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മറുഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു ചീർപ്പിലെ ഭൂരിഭാഗം അഴുക്കും എനിക്ക് പോന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അഴുക്ക് മറുഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മറുഭാഗം വീണ്ടും അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് അഴുക്കൊക്കെ പോന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വെള്ളം നനച്ചിട്ടൊന്നുമല്ല തുടച്ചെടുക്കേണ്ടത്. നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ളൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് അഴുക്കൊക്കെ നന്നായിട്ട് നമുക്ക് പോരും. അപ്പോൾ ഞാനിത് ഉണങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ചീർപ്പിൽ വാസ്ലിൻ്റെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. ആ ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തലയിലായി കഴിഞ്ഞാലും ഒരു സീനും ഇല്ല. പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുകളിലേക്ക് കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വാസ്ലിൻ്റെ വഴുവഴുപ്പ് മാറിക്കിട്ടും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള അഴുക്കും നമുക്ക് പോന്ന് കിട്ടും. എന്നിട്ട് ആ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചീർപ്പ് നല്ല പോലെ തന്നെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമോ സോപ്പോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെളിയൊക്കെ പിടിച്ചിട്ടുള്ള ചീർപ്പ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നും നിങ്ങളുടെ ചീർപ്പ് പുതുപുത്തനായിട്ടിരിക്കും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ വളരെയേറെ ശല്യം ചെയ്യുന്ന ഒരു ജീവി തന്നെയാണ് കൂറ. പല രോഗങ്ങൾക്കും ഇത് കാരണമായി തീരാറുണ്ട്. ഇതിനെ ഒഴിവാക്കാനായിട്ട് പല മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാലും ചിലതൊക്കെ പരാജയപ്പെട്ടു പോവാറുണ്ട്. എന്നാൽ ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഇവയൊക്കെ ആട്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1/2 ഗ്ലാസ് സാധാരണ വെള്ളമാണ്. ഇനി വെള്ളത്തിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ വെള്ളം എടുത്തത് അതേ അളവിൽ തന്നെ വിനെഗറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ഗ്ലാസോളം വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഒരു സാധാ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡിൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പാറ്റയൊക്കെ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്നത് കിച്ചണിലാണ്. കാരണം ഫുഡ് വേസ്റ്റും കുക്ക് ചെയ്യുന്നതിൻ്റെ വേസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കിച്ചൺ ടോപ്പിലെ കൗണ്ടറിലാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഉറുമ്പുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശത്താണ്. ബർണറിലേക്ക് ആവാത്ത വിധത്തിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലപോലെ അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് തുടച്ചെടുക്കാവൂ. അപ്പോൾ ഞാനിതാ അത് അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നല്ല പോലെ ഉണങ്ങിയിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഒരു കാരണവശാലും നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കരുത്. ഇതേപോലെ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാലും ആ ഒരു വിനെഗറിൻ്റെ സ്മെല്ലൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു വശത്തേക്ക് പാറ്റകളോ പ്രാണികളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുറുമ്പുകളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പിലും നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. നമ്മളെ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നാൽ നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് പാറ്റകളോ പ്രാണികളോ ഒന്നും ഉണ്ടാവില്ല കിച്ചണിൽ. ഞാനിത് ആ ഒരു മിക്സാക്കി തുടച്ചതിന് ശേഷം ഇവിടെ നന്നായിട്ട് തന്നെ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഞാൻ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൂടുതലായിട്ട് പാറ്റയെ കണ്ടുവരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ ആ ഒരു സൈഡിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണിത്. അപ്പോൾ ഞാൻ ഈ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ സൈഡല്ല അരികു വശം ഞാൻ തുടച്ചു കൊടുത്തിട്ടില്ല. ഈ ഒരു ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരികിൽ നിന്ന് ഞാനത് തുടച്ച് മാറ്റിയിട്ടില്ല. അവിടെ ആ ഒരു മിക്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നടക്കുന്ന സമയത്ത് തട്ടിത്തടഞ്ഞ് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഭാഗം ഞാൻ ഇതേപോലെ തുടച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാട്ടോ ഒരു കൂറ ഇതേപോലെ കിടക്കുന്നുണ്ട്. ചത്തിട്ടില്ല, കുറുജീവനായിട്ടാണുള്ളത്. ഞാനിത് അപ്ലൈ ചെയ്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഈ ഒരു കൂറ ഇതേപോലെ മയങ്ങി വീണിട്ടുള്ളത്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒട്ടും കെമിക്കൽ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ റെമഡി നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.